അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പെണ്ണുങ്ങളിൽ വെച്ച് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയാണെന്ന് മുത്തുനബി പറഞ്ഞ വാർത്തയുണ്ടല്ലോ. പ്രവാചകന്റെ മറ്റുള്ള ഭാര്യമാരുടെ ചെവിയിലെത്തുകയാണ്. അവർക്കതങ്ങ് വല്ലാതെ ഇഷ്ടപ്പെട്ടില്ല. ഒരിക്കലും അല്ലാഹുവിന്റെ പ്രവാചകം തന്റെ ഭാര്യമാരുടെ ഇടയിൽ വേർതിരിവ് കാണിച്ചെന്ന് നിങ്ങൾക്ക് ഒരിക്കലും തോന്നരുത്. അല്ലാഹുവിന്റെ പ്രവാചകൻ അങ്ങനെ ആയിരുന്നില്ല. എല്ലാ ഭാര്യമാരോടും അല്ലാഹുവിന്റെ പ്രവാചകന് വല്ലാത്ത ഇഷ്ടമായിരുന്നു. അതവരവരുടെ ചില കാര്യങ്ങൾ വെച്ചുകൊണ്ട് റസൂലുള്ളാഹി തങ്ങൾക്ക് ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹയോട് വല്ലാത്ത സ്നേഹമായിരുന്നു. എന്തു പറഞ്ഞാലും നബി തങ്ങൾ പറയുമായിരുന്നു, ഖദീജ ഖദീജ, എന്റെ ഖദീജ എങ്ങനെയാണ്, എന്റെ ഖദീജ ഇങ്ങനെയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന് മരിക്കുന്ന കാലം വരെ ഖദീജയെ കുറിച്ച് പറയുമായിരുന്നു. ആരെങ്കിലും നല്ല ഒരു ഭക്ഷണം കൊണ്ടുവന്ന് കൊടുത്താ അല്ലാഹുവിന്റെ പ്രവാചകന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ഭക്ഷണം ഖദീജ ബീവിയുടെ കൂട്ടുകാരികൾക്ക് കൊടുക്കുമായിരുന്നു. പ്രവാചകന് ഖദീജയോട് വല്ലാത്ത ഇഷ്ടമാണ്. ഇതുപോലെ ഓരോരുത്തരോടും പ്രവാചകന് വല്ലാത്ത ഇഷ്ടമാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ ഭാര്യമാർ നബി തങ്ങളുടെ മുന്നിൽ വന്ന് പറയാൻ കഴിയത്തില്ലല്ലോ. അതുകൊണ്ട് എല്ലാവരും കൂടെ അല്ലാഹുവിന്റെ പ്രവാചകന്റെ കരളിന്റെ കഷ്ടമായ പ്രിയപ്പെട്ട പൊന്നുമോള് മഹദി ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയെ പിടിക്കുകയാ. എല്ലാവരും ഫാത്തിമ ബീവിയെ വിളിക്കുകയാണ്. എന്നിട്ട് മറ്റുള്ള ഭാര്യമാരും മുഴുവനും ഫാത്തിമ ബീവിയോട് പറഞ്ഞു, ഫാത്തിമ, നിന്നെക്കാലം അല്ലാഹുവിന്റെ പ്രവാചകന് വല്ലാത്ത ഇഷ്ടം ആയിഷയാണ്. ആയിഷയോട് പ്രവാചകന് വല്ലാത്ത ഇഷ്ടമാണ്. നിന്നെക്കാലും വലിയ ഇഷ്ടമാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് നീ നിന്റെ വാപ്പയോട് ചോദിക്കണം. അതാ സഹോദാ ഉമ്മമാരെല്ലാവരും കൂടെ ആയിഷ ബി ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയോട് പറഞ്ഞു കൊടുക്കുകയാ. അങ്ങനെ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്ത് കടന്നു ചെന്നു. തന്റെ പ്രിയപ്പെട്ട പിതാവായ മുത്തുനബിയുടെ ചാരത്ത് ചെന്നിട്ട് ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ ചോദിക്കുന്നു, ഉപ്പാ, ലോകത്ത് ഉപ്പാന് ഇഷ്ടപ്പെട്ട ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് ആയിഷ ബീവിയോടാണോ? അല്ലാഹുവിന്റെ പ്രവാചകന്റെ പൊന്നുമകളാണ് ചോദിക്കുന്നത്. ഫാത്തിമത്തു ഖിതഅതു മിൻ ഖബ്ദി, എന്റെ കരളിന്റെ കഷ്ടമാണെന്ന് അല്ലാഹുവിന്റെ പ്രവാചകം പറഞ്ഞ പൊന്നുമോളാണ്. അവിടെന്ന് ചോദിക്കുന്നത്, വാപ്പാ, എന്നെക്കാളും ഇഷ്ടം ആയിഷയോടാണോ? അല്ലാഹുവിന്റെ പ്രവാചകനോട് അവിടെന്ന് ചോദിക്കുമ്പോ മുത്തുനബി തന്റെ പൊന്നാര മകളോട് ചോദിച്ച ചോദ്യം എന്തെന്നറിയുമോ? മോളെ ഫാത്തിമ, എന്നെ നിനക്കിഷ്ടമാണോ ഫാത്തിമ? അല്ലാഹുവിന്റെ റസൂല് ഫാത്തിമ ബീവിയോട് തിരിച്ചൊരു ചോദ്യം ചോദിക്കുകയാണ്. എന്നെ നിനക്കിഷ്ടമാണോ ഫാത്തിമ? എന്തൊരു ചോദ്യമാ വാപ്പാ. എനിക്ക് നിങ്ങളെ വല്ലാത്ത ഇഷ്ടമാണ്. നിങ്ങൾ എൻ്റെ കരളിന്റെ കഷ്ടമല്ല. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ പ്രവാചകൻ എന്ന് പറയുന്ന പിതാവിനോട് പറയുമ്പോ റസൂലുള്ള പറഞ്ഞ മറുപടി എന്തെന്നറിയോ? മോളെ ഫാത്തിമ, ആയിഷാനെ എനിക്ക് വല്ലാത്ത ഇഷ്ടമാണ്. ആയിഷാനെ എനിക്ക് വല്ലാത്ത ഇഷ്ടമാണ്. അതുകൊണ്ട് നീയും സ്നേഹിക്കണം ഫാത്തിമ. അല്ലാഹുവിന്റെ പ്രവാചകം തന്റെ പൊന്നാര മകളോട് അവിടെന്ന് പറയുന്നു, എനിക്ക് ആയിഷാനെ ഇഷ്ടമാണ്. അതുകൊണ്ട് നീയും അവിടെന്ന് ഇഷ്ടപ്പെടണം. അല്ലാഹുവിന്റെ പ്രവാചകന് പറയുന്നത് കേട്ടപ്പോ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ പ്രവാചകന്റെ ചാരത്ത് നിന്ന് മടങ്ങി പോവുകയാ. ഇത് കേട്ടപ്പോൾ ആയിഷ ബീവിക്ക് വല്ലാത്ത സന്തോഷമായി. ആയിഷ ബീവിക്ക് വല്ലാത്ത സന്തോഷമായി. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ വീട്ടിലേക്ക് കടന്നു വരുമ്പോ ആയിഷ ബീവി സന്തോഷം കാരണം അവിടെ നിന്ന് തുള്ളിച്ചാടുകയാ. കാരണം റസൂലുള്ള എന്നെ ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ. ലോകത്തിലെ ഏറ്റവും കൂടുതൽ സ്നേഹം എന്നോടാണല്ലോ. ആയിഷ ബീബിക്ക് വല്ലാത്ത സന്തോഷമായി. അല്ലാഹുവിന്റെ പ്രവാചകനെ കഴിക്കാൻ ഭക്ഷണം കൊടുത്തു. അവസാനം അല്ലാഹുവിന്റെ റസൂലിന്റെ മടിത്തട്ടിൽ ഇങ്ങനെ തലവെച്ച് കിടക്കുകയാണ്. ആയിഷ ബീബി ചിരിക്കുന്നുണ്ട്, വല്ലാത്ത സന്തോഷത്തിലാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മടിത്തട്ടിൽ കിടക്കുകയാണ്. യാ റസൂലല്ലാഹ്,
അള്ളാന്റെ നബിയേ എനിക്ക് വേണ്ടിയൊന്ന് ദുആ ചെയ്യണം നബിയേ, എനിക്ക് വേണ്ടിയൊന്ന് ദുആ ചെയ്യണം നബിയേ. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ ഭാര്യയായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ മുത്തി നബിയോട് പറയുന്നു, എനിക്ക് വേണ്ടിയൊന്ന് ദുആ ചെയ്യണം നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു, ദുആ ചെയ്യാം ആയിഷ. ഇല്ല നബിയേ, ഇപ്പൊ ദുആ ചെയ്യണം നബിയേ, ഇവിടെ ഇരുന്നു കൊണ്ട് തന്നെ എനിക്ക് വേണ്ടി ദുആ ചെയ്യണം നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകനോട് ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ ഇപ്പൊ ഇവിടെ ഇരുന്നു കൊണ്ട് ദുആ ചെയ്യണമെന്ന് പറയുമ്പോ റസൂലുള്ളാഹി തങ്ങൾ തന്റെ ഇരുകരങ്ങൾ പടച്ചറപ്പിന്റെ ദർബാറിലേക്ക് ഉയർത്തുകയാണ്. എന്നിട്ട് അവിടെ നിന്ന് ദുആ ചെയ്യുന്നു, അല്ലാഹുമ്മ ഗഫിർ ലി ആയിഷ, അല്ലാഹുവേ എന്റെ ആയിഷയ്ക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാ. എന്റെ ആയിഷ അറിഞ്ഞു ചെയ്തത്, അറിയാതെ ചെയ്തത്, രഹസ്യമായി ചെയ്തത്, പരസ്യമായി ചെയ്തത്, പടച്ചവനെ എന്റെ ആയിഷയുടെ എല്ലാ പാപങ്ങളും നീ പൊറുക്കണേ അല്ലോ, എല്ലാ തെറ്റുകളും നീ പൊറുക്കണേ അല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകനതാ തന്റെ പ്രിയപ്പെട്ട ഭാര്യ മടിത്തട്ടിൽ കിടക്കുമ്പോ പടച്ചറപ്പിന്റെ ദർബാറിലേക്ക് കൈകൾ ഉയർത്തിയിട്ട് മുത്തുനബി അവിടുന്ന് ദുആ ചെയ്യുകയാ. അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് ദുആ ചെയ്ത് കഴിയുമ്പോ ആയിഷ കിടന്ന് ചിരിക്കുകയാണ്. സന്തോഷം കാരണം അല്ലാഹുവിന്റെ റസൂലിന്റെ മടിത്തട്ടിൽ കിടന്ന് ചിരിക്കുകയാ. അതാ ചിരിച്ച് ചിരിച്ച് ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ നബിതങ്ങളുടെ മടിയിൽ നിന്ന് താഴെ നീ വല്ലാതെ ചിരിക്കുന്നല്ലോ, അതിന്റെ കാരണം എന്താണെന്ന് മുത്തുനബി അവിടെന്ന് ചോദിക്കുമ്പോ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പറയുന്നു, നബിയേ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകര് എനിക്ക് വേണ്ടി ദുആ ചെയ്തല്ലോ, എന്റെ പാപങ്ങൾ പുറക്കാൻ ദുആ ചെയ്തല്ലോ, അല്ലാഹു എനിക്ക് സ്വർഗ്ഗം തരുന്നതിന് വേണ്ടി ദുആ ചെയ്തല്ലോ. ഇതിനേക്കാളും വലിയ എന്താണ് എനിക്ക് വേണ്ടത്? ഇതിനേക്കാളും വലിയ സന്തോഷം എന്താണ് വേണ്ടത്? ഇതുപോലെ വേറെ ഒരാൾക്കും ദുആ കിട്ടിയിട്ടില്ലല്ലോ നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകനോട് ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പറയുമ്പോ റസൂലുള്ളാഹി പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ഈ വഅദ് കേൾക്കാൻ വന്ന എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് പറഞ്ഞു കൊടുത്ത മറുപടി എന്തെന്നറിയുമോ? ആയിഷ, നിനക്കു മാത്രമല്ല ആയിഷ, നിനക്കു മാത്രമല്ല ആയിഷ, ഞാൻ ഇതുപോലെ എല്ലാ ദിവസവും 5 നേരം നമസ്കാരം കഴിയുമ്പോ 5 വഖത്ത് നമസ്കാരം കഴിഞ്ഞിട്ട് ഞാൻ എല്ലാ ദിവസവും ഓരോ ദിവസവും 5 നേരം അവിടുന്ന് ദുആ ചെയ്യും ആയിഷ. 1400 കൊല്ലം മുമ്പ് ജീവിച്ചിരുന്ന ലോകത്തിന്റെ നേതാവ് പറയുകയാ, തന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് പറഞ്ഞു കൊടുക്ക, ആയിഷ, ഞാൻ 5 വഖത്ത് നമസ്കാരം കഴിയുമ്പോ എല്ലാ ദിവസവും ഞാനുണ്ട്. ആർക്കാണ് നബിയേ? ആർക്കാണ് നബിയേ? അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു കൊടുത്തു, ആയിഷ, ഞാൻ ആർക്ക് വേണ്ടിയാ ദുആ ചെയ്യുന്നതെന്നറിയുമോ? വന്ന എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട ഉമ്മ പെങ്ങള്, ഈ നാട്ടിൽ ജീവിച്ചിരിക്കുന്ന നിനക്ക് വേണ്ടി അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി, ഈ സദസ്സിലിരിക്കുന്ന ഓരോ മനുഷ്യന് വേണ്ടി ഖിയാമത്ത് നാൾ വരെ കടന്നു വരുന്ന മുസ്ലിമീങ്ങളുണ്ടല്ലോ, ആ ഖിയാമത്ത് നാൾ വരെ കടന്നു വരുന്ന മുസ്ലിമീങ്ങൾക്ക് വേണ്ടി അതങ്ങനെ ജീവിച്ചിരുന്നപ്പോ ഓരോ വഖത്ത് നമസ്കാരം കഴിയുമ്പോഴും നമുക്ക് വേണ്ടി ദുആ ചെയ്യുമായിരുന്നു എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറയുമ്പോ നമ്മളെ വല്ലാതെ സ്നേഹിച്ച നബിയല്ലേ, നമ്മളെ വല്ലാതെ ഇഷ്ടപ്പെട്ട നബിയല്ലേ. നമ്മൾ അല്ലാഹുവിന്റെ പ്രവാചകനെ സ്നേഹിച്ചില്ലെങ്കിലും നബി തങ്ങൾക്ക് നമ്മളെ വല്ലാത്ത ഇഷ്ടമായിരുന്നു, നമ്മളോട് വല്ലാത്ത സ്നേഹമായിരുന്നു. ആ പ്രവാചകൻ നമ്മളെ വല്ലാതെ സ്നേഹിച്ചിരുന്നു. പക്ഷേ ആ സ്നേഹം
സ്നേഹം തിരിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയുന്നില്ലല്ലോ. നമുക്കാരാണ് മുത്തുനബി പ്രവാചകന്റെ ചരിത്രം വായിക്കാൻ സമയമില്ലല്ലോ. ആ പ്രവാചകൻ ആരായിരുന്നു എന്ന് പഠിക്കാൻ വരുമ്പോ അറിയണം സഹോദരാ, നബിതങ്ങളാരാ, അള്ളാഹുവിന്റെ പ്രവാചകന്റെ മഹത്വം എന്താ. അല്ലാഹു തആല ഒട്ടകത്തിന്റെ കട്ടിലിന്റെ മുകളിൽ നിന്ന് താഴെ ഇറങ്ങുകയാണ്. വിജനമായി കിടക്കുന്ന സ്ഥലത്ത് പോയിട്ട് അവർ മലമൂത്ര വിസർജനം നടത്തുകയാ. അവരുടെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. അതാ പെണ്ണുങ്ങൾ അതാ തിരിച്ചു കയറുകയാണ്. ആയിഷാബികൾ മുഴുവനും പോകുകയാണ്. എല്ലാവരും അവരവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി കടന്നു ചെന്നു. അതാ അവരുടെ ആവശ്യങ്ങൾ ഇങ്ങനെ നടത്തിയിട്ട് തിരിച്ചു വരുമ്പോ ആയിഷാ ബീവി റളിയല്ലാഹു തആല അൻഹ തന്റെ കഴുത്തിൽ നോക്കുമ്പോ അല്ലാഹുവേ, താൻ വല്ലാതെ ഇഷ്ടപ്പെട്ടിരുന്ന മാല കാണുന്നില്ല. അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷാ ബീവി റളിയല്ലാഹു തആല അൻഹ തന്റെ കഴുത്തിലിട്ടിരുന്ന മാല കാണുന്നില്ല. പടച്ചവനെ, മഹ്ദി അവിടെന്ന് ചിന്തിച്ചു, അല്ലാ, ഞാൻ പോയ സ്ഥലത്ത് നഷ്ടപ്പെട്ടതായിരിക്കാം, ഞാൻ പോയ സ്ഥലത്ത് നഷ്ടപ്പെട്ടതായിരിക്കാം. ആയിഷാ ബീബി റളിയല്ലാഹു തആല അൻഹ ആരോടും പറയാതെ അതിന്റെ മുകളിൽ നിന്ന് ഇറങ്ങുകയാണ്. എന്നിട്ട് നഷ്ടപ്പെട്ടു പോയ മാല തിരഞ്ഞു നടക്കുകയാ. ആയിഷാ ബീബി പോകുന്നത് ഒരാളും കണ്ടില്ല. ആയിഷാ ബീബി മാല തിരഞ്ഞു നടക്കുകയാണ്. അതാ പ്രവാചകനും സ്വഹാബത്തും എല്ലാവരും വാഹനപ്പുറത്ത് കയറി. ആയിഷാ ബീബി അതിന്റെ മുകളിലുണ്ടെന്ന് പറയുന്ന ധാരണയിൽ എല്ലാവരും അവിടെ നിന്ന് യാത്ര തുടങ്ങുകയാണ്. എല്ലാവരും അവരുടെ വാഹനപ്പുറത്ത് അവിടെ നിന്ന് യാത്ര തുടങ്ങി. ആയിഷാ ബീവി റളിയല്ലാഹു തആല അൻഹ നഷ്ടപ്പെട്ടു പോയ മാലയും തിരിച്ചു കിട്ടി. അവസാനം അവിടെ നിന്ന് തിരിച്ചു വരുമ്പോ സുബ്ഹാനല്ലാഹ്, എല്ലാവരും അവിടെ നിന്ന് പോയിരിക്കുകയാ. ആയിഷാ ബീവി ഒറ്റയ്ക്കായി പോയി. പടച്ചവനെ, എല്ലാവരും പോയി, ഒരാളും അറിഞ്ഞില്ല. അല്ലാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബാക്കൾ ആരും അറിഞ്ഞില്ല. എല്ലാവരും അവിടെ നിന്ന് യാത്ര പോയി. ആയിഷാ ബീവിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. ചെറിയ പ്രായമാണ്. ഒറ്റയ്ക്കാ വഴിയോരത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴാണ് ഒരു ചെറുപ്പക്കാരനായ സ്വഹാബി വരുന്നത്. മഹാനായ സൗഫാ റളിയല്ലാഹു തആല അൻഹു, സഫ്വാ റളിയല്ലാഹു തആല അൻഹു. അല്ലാഹുവിന്റെ പ്രവാചകൻ ഈ സ്വഹാബിയോട് പറഞ്ഞു, നഷ്ടപ്പെട്ടു പോകുന്ന സാധനങ്ങൾ എടുത്തുകൊണ്ട് വരാൻ ഏറ്റവും പുറകിൽ വരുന്ന സ്വഹാബിയാണ്. ഈ ചെറുപ്പക്കാരൻ ഇങ്ങനെ വരുമ്പോ ആയിഷാ ബീബി റളിയല്ലാഹു തആല അൻഹ വഴിയോരത്ത് ഇങ്ങനെ പേടിച്ചു വിറച്ചൊറ്റക്കിരിക്കുകയാ. പടച്ച റബ്ബേ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ ഭാര്യയാണല്ലോ, അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യയാണല്ലോ, ഉമ്മഹാത്തുൽ മുഅ്മിനീൻ. പടച്ചവനെ, ഉമ്മയാണല്ലോ. എന്താണെന്ന് പോലും ചോദിച്ചില്ല. ആയിഷ ഉമ്മാനെ വാഹനത്തിന്റെ മുകളിലേക്ക് കയറ്റുകയാണ്. പടച്ചവനെ, സൗബാ റളിയല്ലാഹു തആല അൻഹും ആയിഷാ ബീവി റളിയല്ലാഹു തആല അൻഹ രണ്ടുപേരും കൂടെ പടച്ചവനെ മദീനത്തേക്ക് കടന്നു പോവുകയാ. റബ്ബേ, പകല് സമയത്താണ്, രാവിലെ പ്രഭാതത്തിന്റെ സമയത്താണ്. ആയിഷാ ബീവി റളിയല്ലാഹു തആല അൻഹ ചെറുപ്പക്കാരനായ സൗബാ റളിയല്ലാഹു തആല അൻഹു രണ്ടുപേരും കൂടെ കടന്നു പോകുന്നത് പടച്ചവനെ മുനാഫിക്കീങ്ങൾ കാണുകയാണ്. ഒരു ചെറുപ്പക്കാരനും ഒരു ചെറുപ്പക്കാരിയും ഒരു രാത്രി ഒറ്റയ്ക്ക് സഞ്ചരിച്ച് വരികയാ. അല്ലാഹുവേ, മുനാഫിക്കീങ്ങൾ കളിയാക്കാൻ തുടങ്ങി, മുനാഫിക്കീങ്ങളെ പറയാൻ തുടങ്ങി. അല്ലാഹുവിന്റെ പ്രവാചകന്റെ ഭാര്യയായ ആയിഷാ ബീവി റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് വ്യഭിചരിച്ചു എന്ന് പറയുകയാ, ചേർത്തു പറയുകയാണ്. പടച്ചവനെ, കേട്ടവർ അവിടുന്ന് പറയാൻ തുടങ്ങുകയാ. ആരെക്കുറിച്ചാ? അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യയെ കുറിച്ചാണ്. എന്റെ പെങ്ങളെ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ ഭാര്യമാരെ പോലും അവിടുന്ന് വെറുതെ വിട്ടില്ലല്ലോ. എല്ലാവരും ആയിഷാ ബീവിയെ വ്യഭിചാരത്തിന്റെ ആരോപണം നടത്തുകയാണ്. പടച്ചവനെ, കാട്ടുതീ പടരുന്നത് പോലെ മദീന മുഴുവനും പടരുകയാ. എല്ലാവരും ചർച്ച ചെയ്യാൻ തുടങ്ങി. എവിടെ നോക്കിയാലും ആയിഷാ ബീവിയെ കുറിച്ചാണ് പറയുന്നത്. സ്വഹാബാക്കളിൽ പുതിയ മുസ്ലിമീങ്ങളായി വന്നവരെ പറയാൻ തുടങ്ങി, മുനാഫിക്കീങ്ങൾ പറയാൻ തുടങ്ങി. എവിടെ ചെന്നാലും അല്ലാഹുവേ, ആയിഷാ ബീവിയെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. പ്രവാചകന് വല്ലാത്ത വിഷമമായി, അല്ലാഹുവിന്റെ റസൂലിന് വല്ലാത്ത
വല്ലാത്ത സങ്കടമായി. പടച്ചവനെ, പ്രവാചകൻ ഒരാളോടും ഒന്നും പറയുന്നില്ല, നബി തങ്ങൾ ഒരാളോടും മിണ്ടുന്നില്ല. പള്ളിയിൽ പോകും, നിസ്കരിക്കും, അള്ളാന്റെ റസൂല് വീടിനകത്ത് കയറിയിരിക്കുകയാ. ഒരാളോടും അള്ളാഹുവിന്റെ പ്രവാചകന് മിണ്ടുന്നില്ല. നബി തങ്ങൾക്ക് വല്ലാത്ത സങ്കടമായി. അള്ളാഹുവിന്റെ പ്രവാചകന് ദിവസങ്ങളോളം കഴിയുകയാണ്. ലോകത്തിന്റെ നേതാവ് തന്റെ വീടിനകത്ത് കഥകടച്ചിരിക്കുമ്പോ അള്ളാഹുവിന്റെ പ്രവാചകന്റെ വീടിനകത്തേക്ക് കടന്നു പോവുകയാണ്. റസൂലുള്ളാഹി തങ്ങളുടെ വീടിനകത്ത് മിണ്ടാതെ ഇരിക്കുകയാണ്. സഹാബാക്കൾക്ക് കേറാ പേടിയാണ്. അവസാനം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകന്റെ വീടിനകത്ത് കടന്നു ചെന്നു. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, എന്തു പറ്റി നബിയേ? പിണക്കമാണോ? എന്തേ നബിയേ മിണ്ടാത്തത്? എന്തേ നബിയേ സംസാരിക്കാത്തത്? സഹിക്കുന്നില്ല നബിയേ, ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല നബിയേ, പിണങ്ങി നടക്കല്ലേ നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ ചെന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് കാര്യങ്ങളെ തിരക്കുമ്പോ അള്ളാന്റെ റസൂല് ചോദിക്കുന്നു, ഉമറേ, ആയിഷയെ കുറിച്ച് നീ എന്തേ പറയുന്നത്? ആയിഷാനെ കുറിച്ച് നീ എന്താണ് പറയുന്നത്? എല്ലാവരും ആയിഷ ബീവിയെ കുറിച്ച് മോശമായി പറയുമ്പോൾ എന്താണ് ഉമറേ നിന്റെ അഭിപ്രായം? എന്താ? ോട് അള്ളാന്റെ റസൂല് ചോദിക്കുന്നു, നീ വിശ്വസിക്കുന്നു ഉമറ് എന്റെ ഭാര്യ ആയിഷ ബീബി വ്യഭിചരിച്ചെന്ന്, തെറ്റ് ചെയ്തെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ? യാ റസൂലല്ലാഹ്, ഒരിക്കലും ഞാൻ വിശ്വസിക്കില്ല നബിയേ, ഒരിക്കലും ഞാൻ വിശ്വസിക്കില്ല നബിയേ. ആയിഷ ബീബി ഒരിക്കലും തെറ്റ് ചെയ്യില്ല. അള്ളാഹുവിന്റെ പ്രവാചകനോട് പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ അല്ലാഹുവിന്റെ പ്രവാചകനോട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, എല്ലാവരുടെ ശരീരത്തിലും ഈച്ച വന്നിരിക്കുന്നുണ്ടല്ലോ നബിയേ, എന്നാൽ അങ്ങയുടെ ശരീരത്ത് ഈച്ച വന്നിരിക്കുന്നത് ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ലല്ലോ നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകനോട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ചോദിക്കുകയാ, എല്ലാവരുടെ ശരീര സമയത്ത് അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ഉമറേ, ഈച്ച ശുദ്ധിയുള്ള സ്ഥലത്തും ശുദ്ധിയില്ലാത്ത സ്ഥലത്തും ഈച്ച പോയിരിക്കാറുണ്ട്, നജസിലും പോയിരിക്കാറുണ്ട്, നല്ല സ്ഥലത്തും പോയിരിക്കാറുണ്ട്. അതുകൊണ്ട് ഉമറേ, നജസിലിരിക്കുന്ന ഈച്ച എന്റെ ശരീരത്ത് വന്നിരിക്കുന്നത് അല്ലാഹുവിന് ഇഷ്ടമല്ല. അതുകൊണ്ട് അല്ലാഹു ഈച്ചയോട് പറഞ്ഞിട്ടുണ്ട്, എന്റെ ശരീരത്ത് വന്നിരിക്കരുത്, നജസ് എന്റെ ശരീരത്തിൽ കൊണ്ടുവെക്കരുത്. അല്ലാഹു ഈച്ചയോട് പറഞ്ഞിട്ടുണ്ട്, എന്റെ ശരീരത്തിൽ ഇരിക്കാ പാടില്ല, ശരീരത്തിൽ ഈച്ച വന്നിരിക്കില്ല എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, നബി തങ്ങളുടെ ശരീരത്തിൽ ഈച്ച വന്നിരിക്കില്ലായിരുന്നു. പടച്ചവനെ, മുത്തുനബി അതാ ഉമർ തങ്ങളോട് അവിടെ പറഞ്ഞു കൊടുത്തിരുന്നു. ആ സമയത്ത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അവിടെ പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, നജസിലിരിക്കുന്ന ഒരു ഈച്ച പോലും അങ്ങയുടെ ശരീരത്ത് വന്നിരിക്കുന്നത് പടച്ച റബ്ബിന് ഇഷ്ടമല്ല, അതുപോലും അല്ലാഹു ഇഷ്ടപ്പെട്ടു. അങ്ങനെയുള്ള അങ്ങയുടെ ഭാര്യ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ നബിയേ? ഒരിക്കലും ആയിഷ ബീബി അങ്ങനെ ചെയ്യില്ല, ഒരിക്കലും ആയിഷ ബീബി എവിടെന്ന് വ്യഭിചരിക്കില്ല. പടച്ചവനെ, അല്ലാഹുവിന്റെ പ്രവാചകനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഗുണമായിരുന്നു. രണ്ടാമത് വന്നതാരെന്നറിയോ? മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. പടച്ചവനെ, പ്രവാചകന്റെ രണ്ട് പെണ്ണുമക്കളെ വിവാഹം കഴിച്ച ഒരു പ്രവാചകന്റെ, ലോകത്ത് കടന്നു വന്ന ഒരു പ്രവാചകന്റെ രണ്ട് പെൺമക്കളെ ആരെങ്കിലും വിവാഹം കഴിച്ചിട്ടുണ്ടെങ്കിൽ അതാ ഒരാൾ മാത്രമേ കഴിച്ചിട്ടുള്ളൂ, മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ.
റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകന്റെ വീടിന്റെ അടുത്ത് ചെന്നിട്ട് ഉസ്മാൻ തങ്ങൾ ചോദിക്കുകയാ. നബി തങ്ങൾ അവിടെ നിന്ന് ചോദിക്കുന്നു, ഉസ്മാൻ നീ വിശ്വസിക്കുന്നുണ്ടോ? ആയിഷ തെറ്റ് ചെയ്തെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ? ഒരിക്കലും ഞാൻ എനിക്ക് നിഴലില്ല, എനിക്ക് നിഴലില്ല. ഒരു മനുഷ്യന് തന്റെ നിഴലിനെ നിയന്ത്രിക്കാൻ കഴിയില്ലല്ലോ. പടച്ചവനെ, നടക്കുമ്പോ നല്ല ഭാഗത്തുകൂടെയും നജസായ ഭാഗത്തുകൂടെയും നിഴലിങ്ങനെ പോകുമല്ലോ. കൂടെ നടക്കുന്നവരാ നിഴലിന്റെ മുകളിൽ ചവിട്ടുമല്ലോ. അത് അല്ലാഹ്നിഷ്ടമല്ല, അത് അല്ലാഹ്നിഷ്ടമല്ല. അതിങ്ങനെ പടന്ന് പറയുമ്പോ ഉസ്മാൻ തങ്ങൾ പറയുകയാ, വലാ തഖറബു സിനാ ഇന്നഹു കാന ഫാഹിശാ വസാഅ സബീലാ. ഉസ്മാൻ തങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകനോട് ചോദിക്കുകയാ, യാ റസൂലല്ലാഹ്, അങ്ങയുടെ നിഴലിന്റെ മുകളിൽ ഒരാൾ ചവിട്ടുന്നത്, അങ്ങയുടെ നിഴല് നജസിലൂടെ ഇങ്ങനെ പോകുന്നത് പടച്ച റബ്ബിന് പോലും ഇഷ്ടമല്ല. റളിയല്ലാഹു തആല അൻഹു പറയുകയാ, യാ റസൂലല്ലാഹ്, ലോകത്ത് ഇതിനേക്കാളും സുഗന്ധം. ഇതാണ് നമ്മുടെ മുത്തുനബി. പഠിക്കണം. ഞാനിത് പഠിപ്പിച്ചു തന്നത് ഇന്നത്തെ യുവതലമുറയ്ക്ക്, ഇന്ന് വളർന്നു വരുന്ന കുട്ടികൾക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല. നബിതങ്ങൾ ആരാ, നബിതങ്ങളുടെ ക്വാളിറ്റിയെ കുറിച്ച് നമ്മൾ പഠിക്കണം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരത്ത് ഒരു ഈച്ച നമ്മുടെ ശരീരത്ത് വന്നിരിക്കൂലേ? ലോകത്തുള്ള എല്ലാവരുടെ ശരീരത്തിലും ഈച്ച വന്നിരിക്കാറുണ്ട്. നബിതങ്ങളുടെ ശരീരത്തിൽ ഈച്ച വന്നിരിക്കാറില്ല. നമ്മൾ നടന്നു പോകുമ്പോൾ നമ്മളുടെ നിഴല് കാണാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നിഴലില്ലായിരുന്നു. പ്രവാചകന്റെ ചെരുപ്പിനടിയിൽ നജസ് പറ്റിയിരുന്നപ്പോൾ ആകാശത്ത് നിന്ന് മുഖറബുൽ അംലാഖു മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നിട്ട് പറഞ്ഞു കൊടുത്തു, നബിയെ ചെരുപ്പിന്റെ അടിയിൽ നജസ് ഉണ്ട്. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. നബിതങ്ങളുടെ ഔറത്ത് ലോകത്ത് ആരും കണ്ടിട്ടില്ല. നബിതങ്ങളുടെ വിസർജനം ഭൂമി വിഴുങ്ങുമായിരുന്നു. നബിതങ്ങളുടെ ശരീരത്തിൽ നിന്ന് വീഴുന്ന വിയർപ്പുതുള്ളി, പടച്ചോനെ, നമ്മുടെയൊക്കെ വിയർപ്പുതുള്ളിയെ കുറിച്ച് നമ്മളൊന്ന് ചിന്തിക്ക്. നമ്മുടെ ശരീരം വിയർക്കുന്ന തുള്ളികളെ കുറിച്ച് നമ്മൾ ചിന്തിക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരത്ത് നിന്ന് വീഴുന്ന വിയർപ്പുതുള്ളി ഉമ്മു സുലൈം കുപ്പിക്കകത്ത് നിറയ്ക്കുകയാ. എന്തിനാ? നബിയെ, എൻ്റെ മക്കൾക്ക് രോഗം വരുമ്പോൾ കൊടുക്കണ മരുന്നിതാ. എൻ്റെ മക്കൾക്ക് രോഗം വന്നാൽ ഞാൻ കൊടുക്കുന്ന മരുന്നിതാണ് നബിയെ. എൻ്റെ വീട്ടിൽ സുഗന്ധമായിട്ട് ഉപയോഗിക്കുന്നത് അങ്ങയുടെ വിയർപ്പ് തുള്ളിയ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി നിഗ്രഹിക്കുമാറാകട്ടെ. ഇതാണ് മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 23 വർഷക്കാലം നബിതങ്ങൾ 5 വഖത്ത് നമസ്കാരം കഴിഞ്ഞപ്പോഴും എനിക്കും നിങ്ങൾക്കും വേണ്ടി ദുആ ചെയ്തു. എനിക്കും നിങ്ങൾക്കും വേണ്ടി ദുആ ചെയ്തു. നമ്മളെ വല്ലാതെ സ്നേഹിച്ച, നമുക്ക് വേണ്ടി ജീവിച്ച നബിതങ്ങൾ, ആ നബിതങ്ങളോട് നമുക്കും മഹബത്തുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. ആ നബിയോട് എനിക്കോ നിങ്ങൾക്കോ ആത്മാർത്ഥമായിട്ടൊരു സ്നേഹമുണ്ടോ? നിങ്ങൾക്കറിയോ, മഹാനായ സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുകയാ, ഒരിക്കൽ നബിതങ്ങൾ ജന്നത്തുൽ ബഖീയിൽ നിൽക്കുകയാ. അല്ലാഹു ജന്നത്തുൽ ബഖീ സിയാറത്ത് ചെയ്യാൻ അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. പോയി കാണണ്ടേ? അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഭാര്യമാര് കിടക്കുന്ന, നബിതങ്ങളുടെ പൊന്നുമകൾ കിടക്കുന്ന, കൊച്ചുമക്കൾ കിടക്കുന്ന, അള്ളാഹുവെ സ്വഹാബത്ത് കിടക്കുന്ന, എന്തിനാ മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു കിടക്കുന്ന ജന്നത്തുൽ ബഖിയ. അള്ളാഹു ഒരു 6 അടി മണ്ണ് അള്ളാഹു ഇവിടെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എവിടെ എവിടെ പറ ചങ്ങാതിമാരെ, എവിടെ? മദീനത്ത്. മരിക്കുവാണെങ്കിൽ എവിടെ പോയി മരിക്കണം? മക്കത്ത് കിടന്ന് മരിക്കണോ, മദീനത്ത് കിടന്ന് മരിക്കണോ? വീട്ടിൽ കിടന്ന് മരിച്ചാൽ മതിയോ? എവിടെ കിടന്നാ മരിക്കേണ്ടത്? ഇന്നും ആരോ പറഞ്ഞു, ഉസ്താദെ ഉംറയ്ക്ക് പോയി മരണപ്പെട്ടു എന്ന്. അള്ളാഹു സ്വർഗം കൊടുക്കുമാറാകട്ടെ. എടോ, മദീനത്ത് പോയി കിടന്ന് മരിക്കണമെങ്കിൽ അതിന് യോഗം വേണം. മുത്തുനബിയുടെ ചാരത്ത് കിടക്കണ്ടേ? അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. ഞാൻ ഉംറയ്ക്ക് പോയപ്പോൾ ഒരു പ്രായം ചെന്ന കേരളത്തിൽ രാമനാട്ടുകര എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. അവിടെ എങ്ങാണ്ടുള്ളൊരു ഉമ്മ റൂമിൻ്റെ വെളിയിൽ വലിയ ബഹളം കേൾക്കുന്നു, വലിയ ശബ്ദം. ഉംറയ്ക്ക് അമീറായി പോകുന്നവർക്കറിയാം, പടച്ചോനെ, ഒരെണ്ണത്തിനെ പിടിച്ചുകൊണ്ട് ഇങ്ങോട്ട് വരും, പിന്നെ പോകുമ്പോൾ അടുത്തേനെ കാണത്തില്ല, വലിയ പാടാ. അങ്ങനെ വല്ലാത്ത വിഷമത്തിൽ റൂമിനകത്ത് ഇങ്ങനെ കിടക്കുമ്പോൾ റൂമിൻ്റെ വെളിയിൽ ഭയങ്കര ശബ്ദം കേൾക്കുന്നു, പെണ്ണുങ്ങളുടെ ശബ്ദം കേൾക്കണേ. ഉറക്കത്തിൽ നിന്ന് ദേഷ്യത്തോടെ എഴുന്നേറ്റ് വാതിൽ തുറന്നു നോക്കുമ്പോൾ പെണ്ണുങ്ങൾ നാട്ടിലേക്ക് പോകാൻ വേണ്ടി ലഗേജ് കിട്ടുക.
നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള ലഗേജ് ഇന്ന് ഉംറ കഴിഞ്ഞ് വരുമ്പോൾ ഗൾഫിൽ നിന്ന് വരുന്നവനെക്കാളും ലഗേജുമായിട്ടാണ് എല്ലാവരും വരുന്നത്. ഇന്നത്തെ ഉംറയ്ക്ക് അങ്ങനെ ആയിപ്പോയി. അപ്പം ലഗേജ് എല്ലാവരും വലിച്ചു കെട്ടുന്നുണ്ട്. പടച്ചോനെ, ഒരു ഉമ്മ ഇങ്ങനെ മാറിയിരിക്കുന്നുണ്ട്, ഒരു സാധുവായൊരു ഉമ്മ. ആ ഉമ്മ കരയുന്നുണ്ട്, പാവം. ഞാൻ ആ ഉമ്മയുടെ ചാരത്ത് പോയിട്ട് ചോദിച്ചു, ഉമ്മായിക്ക് ലഗേജ് ഒന്നും കെട്ടണ്ടേ? ഉമ്മായിക്ക് ലഗേജ് ഒന്നും കെട്ടണ്ടേ? ആ സമയത്ത് ആ മാതാവ്, കണ്ണിന് കാഴ്ചയില്ല ആ ഉമ്മയ്ക്ക്. ആ ഉമ്മ പറയുന്നു, മോനെ, എൻ്റെ ബാഗിനകത്ത് ഞാൻ കഫൻ തുണിയും വാങ്ങിച്ചു വെച്ചിട്ടാ വന്ന ഇവിടെ കിടന്ന് മരിക്കാൻ. എൻ്റെ ബാഗിനകത്ത് ഞാൻ കഫൻ തുണി വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഇവിടെ കിടന്ന് മരിക്കുന്നതിന് വേണ്ടി കഫൻ തുണിയുമായിട്ടാണ് ഞാൻ വന്നേ. നാളെ രാവിലെ പോവാ, എനിക്കതിനുള്ള ഭാഗ്യം കിട്ടിയില്ലല്ലോ എന്ന സങ്കടത്തോടെയാണ് ഞാൻ കരയുന്നത്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അപ്പോൾ അവിടെ പോയി കിടന്ന് മരിക്കണമെങ്കിൽ എല്ലാവർക്കും പറ്റുന്ന ഒരു കാര്യമല്ല. അള്ളാഹു ആ ജന്നത്തുൽ ബഖീൽ ഒരു 6 അടി മണ്ണ് അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജന്നത്തുൽ ബഖീൽ നിൽക്കുകയാണ്. നബി തങ്ങൾ ജന്നത്തുൽ ബഖീൽ നിൽക്കുമ്പോൾ നബി തങ്ങൾ അവിടെ നിന്ന് ദുആ ചെയ്യുമ്പോൾ അവിടെ നിന്ന് പറഞ്ഞു, അള്ളാഹുവേ, എൻ്റെ സഹോദരങ്ങളെ ഞാൻ ഇനി എന്നാണ് പടച്ചവനെ കാണുന്നത്? എൻ്റെ സഹോദരങ്ങളെ ഞാൻ എന്നാണ് കാണുന്നത്? അപ്പൊ സഹാബികൾ ചോദിക്കുന്നു, നബിയെ, ഞങ്ങളല്ലേ അങ്ങയുടെ സഹോദരങ്ങൾ? അല്ല. നബി തങ്ങളോട് ചോദിക്കുകയാ, ഞങ്ങളല്ലേ അങ്ങയുടെ സഹോദരങ്ങൾ? അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അല്ല, നിങ്ങൾ എൻ്റെ സഹാബികളാ, എൻ്റെ അനുചരന്മാരാ, എൻ്റെ സഹോദരങ്ങൾ നിങ്ങളല്ല. അപ്പൊ നബി തങ്ങളോട് സ്വഹാബത്ത് ചോദിച്ചു, ആരാ നബി അങ്ങയുടെ കൂടപ്പുറപ്പുകൾ, അങ്ങയുടെ സഹോദരങ്ങൾ ആരാ? ആ സമയത്താണ് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുന്നു, സ്വഹാബാ, എന്റെ സഹോദരങ്ങൾ എന്ന് പറഞ്ഞാൽ ആരെന്നറിയുമോ? നിങ്ങളെല്ലാവരും എന്നെ കണ്ടവരാണ്, എൻ്റെ കൂടെ നടന്നവരാണ്, നിങ്ങൾ എൻ്റെ അനുചരന്മാരാണ്, നിങ്ങൾ എൻ്റെ സ്വഹാബികളാണ്. എങ്കിൽ പടച്ചവനെ, എൻ്റെ സഹോദരങ്ങൾ ആരാണെന്നറിയുമോ? അവര് ജീവിതത്തിൽ എന്നെ ഒരിക്കലും കണ്ടിട്ടില്ല. പടച്ചവനെ, കാണാതെ എന്നെ സ്നേഹിച്ചവരുണ്ടല്ലോ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ സദസ്സിലിരിക്കുന്നവർ നമ്മൾ ആരെങ്കിലും അല്ലാഹുവിന്റെ പ്രവാചകനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചാൽ, അല്ലാഹുവേ, നബിതങ്ങളോട് ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹമുണ്ടോ? എൻ്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, അവരാണ് എൻ്റെ കൂടപ്പിറപ്പ്, അവരാണ് എൻ്റെ കൂടപ്പിറപ്പ്, അവരാണ് എൻ്റെ സഹോദരങ്ങൾ, അവരെയാണ് ഞാൻ കാത്തിരിക്കുന്നതെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ പറയുമ്പോ, ഈ സദസ്സിലിരിക്കുന്ന ചെറുപ്പക്കാരാ, എൻ്റെ ഉപ്പമാരോട്, എൻ്റെ ഉമ്മ പെങ്ങന്മാരോട് നമുക്ക് ആത്മാർത്ഥമായിട്ട് അല്ലാഹുവിന്റെ പ്രവാചകനോട് സ്നേഹമുണ്ടോ? സ്നേഹമെന്ന് പറഞ്ഞാൽ എന്തെന്ന് നമുക്കറിയില്ലല്ലോ. ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം എന്താണെന്ന് ഇതുവരെ നമുക്ക് തിരിഞ്ഞിട്ടില്ലല്ലോ. അങ്ങനെ ആത്മാർത്ഥമായിട്ടൊരു സ്നേഹമുണ്ടായിരുന്നെങ്കിൽ അല്ലാഹുവിന്റെ പ്രവാചകന്റെ പേര് കേൾക്കുമ്പോ സ്വലാത്ത് പറയാൻ നമ്മൾ മടിക്കില്ലായിരുന്നു. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, കരളിന്റെ കഷ്ടമായ നബി മുഹമ്മദ് മുസ്തഫ, മദീനയുടെ രാജകുമാരനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബ്ബത്ത് എന്തെന്നറിയുമോ? ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം എന്തെന്നറിയുമോ? ചെറുപ്പക്കാരാ, മോനെ, നീ ഒരു പെണ്ണിനോട് കാണിക്കുന്ന പ്രേമമല്ലടാ. ആത്മാർത്ഥ സ്നേഹമെന്ന് പറഞ്ഞാൽ എങ്ങനെ സ്നേഹിക്കണമെന്നറിയുമോ? എങ്ങനെയാണ് അല്ലാഹുവിന്റെ പ്രവാചകനെ സ്നേഹിക്കേണ്ടതെന്നറിയുമോ? പടച്ചവനെ, യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന ചെറുപ്പക്കാരനായ സ്വഹാബിയാട് മഹാനായ സൗബാ റളിയല്ലാഹു തആല അൻഹു. കാണാ സുന്ദരനാണ്, വല്ലാത്ത സൗന്ദര്യമുള്ള ചെറുപ്പക്കാരനാണ്. പടച്ചവനെ, സൗബാ റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലൂടെ നടന്നു പോവുകയോ, അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് സൗബാൻ ഇങ്ങനെ കടന്നു വരികയോ, പ്രവാചകന്റെ കണ്ണപടന്ന് നിറയുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന് വല്ലാത്ത സങ്കടമായി. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് ചോദിക്കുന്നു, സൗബാ, നിനക്കെന്തു പറ്റി സൗബാഹു തആലാഹു? പടച്ചവനെ, തുലിയുടെ നിറമപടന്ന് മാറിയിരിക്കുകയാ.
അവിടുത്തെ ശരീരത്തിലെ നിറം മാറിയിരിക്കുകയാണ്. പടച്ചറപ്പേ, എല്ലും തോലുമായിരിക്കുകയാ, എല്ലും തോലുമായിരിക്കുകയാണ്. സൗബാ റളിയല്ലാഹു തആല അൻഹു മെലിഞ്ഞു മെലിഞ്ഞു വല്ലാത്തൊരവസ്ഥയിലായിരിക്കുകയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് ചോദിക്കുന്നു, സൗബാ, എന്തെങ്കിലും രോഗമുണ്ടോ സൗബാ? യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, എനിക്കൊരു രോഗവുമില്ല നബിയേ. പിന്നെ എന്തേ നീ ഇങ്ങനെ ആയി പോയത്? വിഷമം എന്തേ സൗബാന്? നിനക്കെന്ത് പ്രയാസമാണുള്ളത്? എനിക്ക് സമാധാനമില്ല നബിയേ, എനിക്ക് സമാധാനമില്ല നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുകയാ, നിനക്ക് സമാധാനമില്ലാത്തതിന്റെ കാരണം എന്താ? എന്താണ് നിന്റെ വിഷയം? പരിഹരിക്കാ സൗബാന്. നബി തങ്ങൾ പെട്ടെന്ന് ചോദിക്കുമ്പോ സൗബാ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, യാ റസൂലല്ലാഹ്, അങ്ങയെ കണ്ടുകൊണ്ടിരിക്കുമ്പോ എനിക്കൊരു പ്രശ്നവുമില്ല, അങ്ങയെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്കൊരു പ്രശ്നവുമില്ല. ഉയർന്ന സ്ഥാനത്തുമാണല്ലോ പടച്ചവനെ, എനിക്ക് നബിതങ്ങളെ കാണാൻ പറ്റില്ലല്ലോ. ആ സങ്കടം കൊണ്ടാണ് പടച്ചവനെ ഭക്ഷണം കഴിക്കാതെ ഉറങ്ങാതെ ടെൻഷൻ അടിച്ചിട്ട് എന്റെ ശരീരം ഇങ്ങനെ ആയിപ്പോയതാണ് നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അവിടുന്ന് കരഞ്ഞുകൊണ്ട് പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, മോനെ, അല്ലാഹുവിന്റെ റസൂലിനെ കാണാതെ വരുമ്പോൾ കരഞ്ഞ് കരഞ്ഞു പട്ടിണി കിടന്നിട്ട് തന്റെ ശരീരത്തിന്റെ നിറം മൂലം അവിടെ നിന്ന് മാറുകയാ. ശരീരം മുഴുവനും മെലിഞ്ഞു പോവുകയാ, എല്ലാം തോലുമാവുകയാ. പടച്ചവനെ, എന്തൊരു സ്നേഹമെന്നറിയുമോ? അതിനാടാ ചെറുപ്പക്കാരാ സ്നേഹമെന്ന് പറയുന്നത്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ വന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, അങ്ങ് സ്വർഗത്തിലെ ഏറ്റവും ഉയർന്ന പദവിയില് ആയത്തോടി കൊടുക്കുമ്പോ ഈ സദസ്സിലിരിക്കുന്നവരോട് അല്ലാഹുവിന്റെ പ്രവാചകനോട് സ്നേഹമുണ്ടെന്ന് നാവ് കൊണ്ട് പറഞ്ഞാ പോരാ. സ്നേഹിക്കണമടാ ചെറുപ്പക്കാരോ, അല്ലാഹുവിന്റെ പ്രവാചകനെ സ്നേഹിക്കണം ഉപ്പമാര്. എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, കേവലം റബീഉൽ അവ്വൽ വദാ കടന്നു വരുമ്പോ ആ മാസത്തിൽ മാത്രമല്ല സ്നേഹം വേണ്ടത്. അല്ലാഹുവിന്റെ പ്രവാചകനോട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് റസൂലുള്ളാഹി തങ്ങളോട് ചോദിക്കുന്നു, നബിയേ, ഞാൻ അങ്ങയെ എന്റെ ജീവനേക്കാൾ ഇഷ്ടപ്പെടുന്ന നബിയേ. അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞപ്പോ നബി തങ്ങൾ പറഞ്ഞു കൊടുത്ത മറുപടി എന്തെന്നറിയോ? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട്, നിന്റെ ജീവന്റെ ജീവനക്കാവരാണ് ഈ മൂന്ന് കാര്യം ഉപ്പയിൽ ഒഴിവാണ്. പടച്ചവരെ, നിന്റെ ഗർഭം ചുമന്ന നിന്റെ ഉമ്മയുണ്ടല്ലോ, 9.5 മാസക്കാലം വയറ്റിൽ ചുമന്നുകൊണ്ട് നടന്ന ഉമ്മ, മരണവേദനയുടെ വേദനയെന്നു പ്രസവിച്ച ഉമ്മ, സ്വന്തം ആരോഗ്യം നോക്കാതെ നിനക്ക് പാല് തന്ന നിന്റെ ഉമ്മയുണ്ടല്ലോ മോനെ. ആ ഉമ്മാനെ നിനക്ക് വല്ലാത്ത ഇഷ്ടമാണല്ലോ. ആ ഉമ്മയുടെ കാൽച്ചുവട്ടിലാണല്ലോ സ്വർഗം കിടക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, വാപ്പാനെ ഇഷ്ടപ്പെടുന്ന മക്കളുണ്ടല്ലോ, സ്വർഗത്തിന്റെ മധ്യ കവാടമാണ് വാപ്പാ, സ്വർഗത്തിന്റെ മധ്യ കവാടമാണ് വാപ്പാ. എടാ, നീ നിന്റെ ഉമ്മയെക്കാൾ, നിന്റെ ഉപ്പയെക്കാൾ, നിന്റെ മക്കളെക്കാൾ, നിന്റെ കൂടപ്പിറപ്പുകളെക്കാൾ, പടച്ചവരെ നിന്റെ സമ്പത്തിനേക്കാൾ, എന്തിനാ നീ നിന്റെ ജീവനേക്കാൾ എപ്പോഴാണോ അല്ലാഹുവിന്റെ പ്രവാചകനെ സ്നേഹിക്കുന്നത് അപ്പോഴേ നീ യഥാർത്ഥ വിശ്വാസിയാകൂ എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. നീ നിന്റെ ജീവനേക്കാൾ, നിന്റെ ഭാര്യയെക്കാൾ, നിന്റെ മക്കളെക്കാൾ, നിന്റെ മാതാപിതാക്കളെക്കാൾ അല്ലാഹുവിന്റെ പ്രവാചകന് എപ്പോഴാണോ നീ സ്നേഹിക്കുന്നത് അപ്പോഴേ നീ യഥാർത്ഥ വിശ്വാസിയാകൂ എന്ന് ഖുർആൻ ഇവിടെന്ന് പറയുമ്പോ, അങ്ങനെ ഒരു സ്നേഹം നമുക്കുണ്ടോ ചെറുപ്പക്കാരോ പെങ്ങളെ?
അങ്ങനെ ഒരു സ്നേഹം അല്ലാഹുവിന്റെ പ്രവാചകനോട് നിനക്കുണ്ടോ? അങ്ങനെ ഒരു സ്നേഹമുള്ളവർക്കാണ് നാളെ പ്രവാചകന്റെ കയ്യിൽ പിടിച്ചു അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ അവസരമുള്ളത്. അതുകൊണ്ട് നാവ് കൊണ്ട് പ്രവാചകനെ ഇഷ്ടപ്പെടുന്നവരാണെന്ന് പറഞ്ഞാ പോരാ, അത് ജീവിതത്തിൽ വേണം ചെറുപ്പക്കാരോ. നിന്റെ ജീവിതത്തിൽ കാണിക്കണം ചെറുപ്പക്കാരോ. റസൂലുള്ളാഹി തങ്ങളെ നിന്റെ ഹൃദയത്തിനകത്തേക്ക് ഇറങ്ങണം മുപ്പോ, അല്ലാതെ നിനക്ക് രക്ഷപ്പെടാൻ കഴിയില്ലല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, ഈജിപ്തിന്റെ ഭരണാധികാരിയായിരുന്നു മഹാനായ സ്വഹാബത്ത് അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻഹു. നബി തങ്ങളോടുള്ള മഹബ്ബത്തിന്റെ ഒരടയാളം നിനക്ക് ഞാൻ പറഞ്ഞു തരാ. എങ്ങനെയാണ് നബി തങ്ങളെ സ്നേഹിക്കേണ്ടതെന്നറിയുമോ? ഈജിപ്തിന്റെ ഗവർണറായിരുന്നു മഹാനായ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻഹു. പടച്ചവനെ അവിടെ ഭരണം നടത്തിക്കൊണ്ടിരിക്കുമ്പോ അതാ ക്രിസ്ത്യാനികളുടെ ദൈവത്തിന്റെ മൂക്കാരോ ഒടിച്ചിരിക്കുകയാണ്. പടച്ചവനെ, ക്രിസ്ത്യാനികൾ ആരാധിക്കുന്നവരുടെ ദൈവമുണ്ടല്ലോ, ആ ദൈവത്തിന്റെ രൂപത്തിന്റെ മൂക്കാരോ ഒടിച്ചു കളഞ്ഞിരിക്കുകയാ. റബ്ബേ, വല്ലാത്ത വിഷയമായി. പടച്ചവനെ, ക്രിസ്തുമത വിശ്വാസികൾ പറയുന്നു ഇത് മുസ്ലിമീങ്ങളാണ് ചെയ്തത്, ഇത് മുസ്ലിമീങ്ങളാണ് ചെയ്തത്. ഞങ്ങളുടെ ദൈവത്തിന്റെ മൂക്ക് മുറിച്ചു മാറ്റിയിരിക്കുന്നത് മുസ്ലിമീങ്ങളാണ്. നാട്ടില് വല്ലാത്ത വിഷമമായി, വല്ലാത്ത പ്രയാസമായി. പടച്ചവനെ, മുസ്ലിമീങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യാറില്ല. അല്ലാഹുവിന്റെ പ്രവാചകന്റെ സമുദായം അങ്ങനെ ചെയ്യാറില്ല. മറ്റൊരു മതത്തിന്റെ ആരാധനകൾ, മറ്റൊരു മതത്തിന്റെ ദൈവങ്ങളെ കുറ്റം പറയരുതെന്ന് പഠിപ്പിക്കുന്ന ദീനാ. മഹാനായ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഒരിക്കലും ഞങ്ങൾ മുസ്ലിമീങ്ങൾ അങ്ങനെ ചെയ്യില്ല. അവരംഗീകരിക്കുന്നില്ല, എന്ത് പറഞ്ഞിട്ടും അവര് സമ്മതിക്കുന്നില്ല. അവസാനം പടച്ചവനെ, അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻഹു അവിടുത്തെ ഗവർണറാണ്. മഹാനവറുകൾ പറഞ്ഞു, ഞാൻ തന്നെ സ്വർണത്തിലോ മാണിക്യത്തിലോ നിങ്ങൾ പറയുന്ന സാധനം കൊണ്ട് നിങ്ങളുടെ ദൈവത്തിന്റെ വിഗ്രഹം ഞാൻ ഉണ്ടാക്കി തരാ. എന്റെ കയ്യിൽ നിന്ന് പൈസ മുടക്കിയിട്ട് ഞാൻ ഉണ്ടാക്കി തരാ. ആ സമയത്ത് അവര് പറഞ്ഞു, ഒരിക്കലും അതിന് കഴിയില്ല, ഒരിക്കലും ഞങ്ങൾ അതിന് സമ്മതിക്കില്ല. ഇനി ഒറ്റ പോംവഴിയേ ഉള്ളൂ, ഇനി ഒരേ ഒരു വഴി മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന മഹാനായ നബി മുഹമ്മദ് മുസ്തഫ, നിങ്ങളുടെ പ്രവാചകനായ നബി തങ്ങളുണ്ടല്ലോ, ആ മുഹമ്മദിന്റെ ഒരു രൂപമുണ്ടാക്കണം. അല്ലാഹുവിന്റെ പ്രവാചകന്റെ ഒരു രൂപമുണ്ടാക്കിയിട്ട് നിങ്ങളുടെ കണ്ണിന്റെ മുന്നിൽ വെച്ചിട്ട് പടച്ചവനെ, ആ മുഹമ്മദിന്റെ മൂക്ക് ഞങ്ങൾക്ക് മുറിച്ചു മാറ്റണം, എങ്കിലേ ഞങ്ങൾക്ക് സമാധാനമാകൂ. അല്ലാതെ ഒരു പോംവഴിയില്ല. അല്ലാഹുവേ, അവിടുന്ന് ക്രിസ്ത്യാനികൾ മഹാനായ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻഹുവിനോട് അല്ലാഹുവിന്റെ പ്രവാചകന്റെ രൂപമുണ്ടാക്കണമെന്ന് പറയുമ്പോ അവിടെന്ന് പറഞ്ഞു, ഒരിക്കലും ഞങ്ങൾ സമ്മതിക്കില്ല. അല്ലാഹുവിന്റെ പ്രവാചകന്റെ രൂപമുണ്ടാക്കുവാരോ, ഞങ്ങളുടെ മുൻപിൽ വെച്ചിട്ട് മുത്തുനബിയുടെ മൂക്ക് മുറിച്ചെടുക്കുവാരോ ഒരിക്കലും ഞങ്ങൾ സമ്മതിക്കില്ല. അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻഹു പറയുകയാ, എന്തിനാ നബി തങ്ങളുടെ രൂപമുണ്ടാക്കുന്നത്? എന്തിനാ നബി തങ്ങളുടെ രൂപമുണ്ടാക്കുന്നത്? ഈ നിൽക്കുന്നവരിൽ ആരെ വേണമെങ്കിലും നിങ്ങൾ പിടിച്ചോ, ജീവനോടെ നിങ്ങൾ മൂക്ക് മുറിച്ചെടുത്തോ, ജീവനോടെ നിങ്ങൾ വെട്ടി നുറുക്കിക്കോ. ഞങ്ങളുടെ നേതാവിനെ തൊടാൻ പറ്റൂല, ഞങ്ങളുടെ നേതാവിന്റെ രൂപമുണ്ടാക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ആരെ വേണമെങ്കിലും തിരഞ്ഞെടുത്തോ. ഈ നിൽക്കുന്ന മുസ്ലിമീങ്ങളിൽ ഏത് മുസ്ലിമിനെ വേണമെങ്കിലും നിങ്ങൾക്ക് ജീവനോടെ മുറിച്ചെടുക്കാം. അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻഹു അവിടെന്ന് പറയുമ്പോ ക്രിസ്ത്യാനികൾ പറയുകയാ, അംർ ഇബ്നുൽ ആസ്, ഇവരെയാരും ഞങ്ങൾക്ക് വേണ്ട, ഇവരാരെയും ഞങ്ങൾക്ക് വേണ്ട. നീയല്ലേ ഇവരുടെ നേതാവ്, നീയല്ലേ മുഹമ്മദിനെ വല്ലാതെ ഇഷ്ടപ്പെടുന്നവന്. നിന്റെ മൂക്ക് മുറിക്കാൻ നീ സമ്മതിക്കുമോ? സുബ്ഹാനല്ലാഹ്. ഈജിപ്തിന്റെ ഗവർണറായിരുന്ന അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിക്കുകയാ, നിന്റെ മൂക്കാണ് മുറിക്കേണ്ടത്. പടച്ചവനെ, ഞങ്ങളുടെ ദൈവത്തിന്റെ മൂക്ക് മുറിച്ചതിന് പകരം നിന്നെ
ജീവനോടെ വെട്ടിമുറിക്കണം, നിനക്ക് തയ്യാറാണോ? അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻഹു പടച്ചവനെ അവിടുന്ന് തയ്യാറാവുകയാ, അവിടുന്ന് തയ്യാറാവുകയാ. കാരണം നബിതങ്ങളുടെ വെട്ടും നബിതങ്ങളുടെ മൂക്ക് മുറിക്കുന്നതിനേക്കാൾ പടച്ചവനെ എന്റെ മുറിക്കുന്നതല്ലേ നല്ലത്. അങ്ങനെ പറഞ്ഞ ദിവസം എല്ലാവരും വിളിച്ചു കൂട്ടുകയാണ് ജനങ്ങളുടെ മുന്നിൽ വെച്ച്. അതാ ഗവർണറായ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മൂക്ക് മുറിക്കാൻ സമയമായി, തയ്യാറെടുക്കുകയാ. അംർ ഇബ്നുൽ ആസ് തങ്ങൾ മുസ്ലിമീങ്ങളോട് പറഞ്ഞു, ഒരാളും മനങ്ങരുത്. ഇവിടെ എന്ത് സംഭവിച്ചാൽ ഇവര് തുണ്ടം തുണ്ടമായി എന്നെ വെട്ടിമുറിച്ചാൽ നിങ്ങളാരും മനങ്ങരുത്, നിങ്ങളൊരാളും ഇവരെ ഒന്നും ചെയ്യരുത്. റബ്ബേ, അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻഹു തയ്യാറായി വരികയോ. നബിതങ്ങളോടുള്ള മഹബ്ബത്ത് കാരണം അംർ ഇബ്നുൽ ആസ് തങ്ങൾക്ക് ഏറ്റവും വലിയ സന്തോഷം എന്തെന്നറിയോ? ആ ജൂതന്മാര് പറഞ്ഞത്, ആ ക്രിസ്ത്യാനികൾ പറഞ്ഞത്, ഇവരിൽ ഏറ്റവും കൂടുതൽ മുഹമ്മദിനെ ഇഷ്ടപ്പെടുന്നത് നീയാണല്ലോ, നിന്റെ മൂക്കാണ് ഞങ്ങൾക്ക് മുറിക്കേണ്ടത്. അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻഹു പേടിയില്ലടാ ചെറുപ്പക്കാരാ, നബിതങ്ങൾക്ക് വേണ്ടി പടച്ചവരെ ഒരു പേടിയുമില്ലാതെ പടച്ചറപ്പേ അവന്മാരുടെ കണ്ണിന്റെ മുമ്പിൽ പോയി നിൽക്കുകയാ. അതാ ഊരി പിടിച്ച വാളുമായി അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ശരീരം നുറുക്കാ. അവിടുന്ന് പടച്ചവനെ ആരാച്ചാര് വരികയോ. അതാ മൂക്ക് മുറിച്ചു മാറ്റുന്നതിന് വേണ്ടി അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മുന്നിലേക്ക് അതാ മനുഷ്യൻ കടന്നു വരുമ്പോ ഒരു പേടിയുമില്ലാതെ ചിരിച്ചുകൊണ്ട് നിൽക്കുകയോ. അതാ കയ്യിൽ പിടിച്ച വാളങ്ങ് വലിച്ചെറിയുകയാണ്. അംർ ഇബ്നുൽ ആസ് തങ്ങളുടെ മുന്നിൽ നിന്ന് ശരീരം മുറിക്കാൻ ഉയർത്തിയ വാളുണ്ടല്ലോ, അത് വലിച്ചെറിഞ്ഞിട്ട് പറയുകയോ, ഇതുപോലെ ഒരു നേതാവിനെ സ്നേഹിക്കുന്ന നിങ്ങളെ ഞാൻ കണ്ടിട്ട് നന്നായില്ലെങ്കിൽ, ഇതുപോലെ റസൂലുള്ളാഹിയെ സ്നേഹിക്കുന്ന ഒരു മഹാനിനെ കണ്ടിട്ട് ഞാൻ നന്നായില്ലെങ്കിൽ ഇനി എന്ന് നന്നാകാനാ? അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഒരു പ്രവാചക സ്നേഹിയെ കണ്ടപ്പോ കയ്യിലിരുന്ന വാള് വലിച്ചൂരിയെറിഞ്ഞിട്ട് അവിടത്തെ കയ്യിൽ പിടിച്ച് അല്ലാഹുവിന്റെ ദീനിലേക്ക് കടന്നു വന്നെന്ന് ചരിത്രം പറയുമ്പോ, ചെറുപ്പക്കാരാ, ഇങ്ങനെയാ മോനെ നബിതങ്ങളെ സ്നേഹിക്കേണ്ടത്, ഇങ്ങനെയാണ് നബിതങ്ങളോടുള്ള മഹബ്ബത്ത് ഹൃദയത്തിൽ കൊണ്ടു നടക്കേണ്ടത്. മഹാനായ അബ്ദുല്ലാഹിബ്നു അതാ സഹാബത്തിന്റെ ചരിത്രം അറിയുമല്ലോ, ജറാഹിന്റെ മകന്റെ ചരിത്രം അറിയുമല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ വന്ന് അബൂ ഉബൈദയുടെ പിതാവ് അല്ലാഹു ചീത്ത വിളിക്കുകയാ. സ്വന്തം മകൻ റസൂലുള്ളാഹിയുടെ കൂടെ നിൽക്കുമ്പോ സ്വന്തം പിതാവാണ് താഴെ വന്ന് നിന്നിട്ട് ആ ചെറുപ്പക്കാരനെ വിളിക്കുകയാ. വ്യഭിചരിച്ചുണ്ടായവനെ സ്വന്തം ഉമ്മയെ കുറിച്ച് പറഞ്ഞാൽ ഏതൊരു ചെറുപ്പക്കാരനും സഹിക്കാൻ കഴിയില്ലല്ലോ. അതാ അബൂ ഉബൈദയുടെ മുന്നിൽ തന്റെ പ്രിയപ്പെട്ട പിതാവ് വന്ന് നിന്നിട്ട് പറയുകയാ, എടാ നിന്റെ ഉമ്മ വഴിപഴച്ചുണ്ടായവടോ, നീ വഴിപിഴച്ചുണ്ടായവനാടാ, ഞാനല്ലടാ നിന്റെ പിതാവ്, നിന്റെ ഉമ്മ വ്യഭിചാരിയാണെന്നൊരു മകനോട് പറയുകയാ. അബൂ ഉബൈദ അനങ്ങിയില്ല. എന്തൊക്കെ പറഞ്ഞിട്ടും തന്റെ പൊന്നുമകൻ ഇറങ്ങി വരുന്നില്ല. അവസാനം ആ മനുഷ്യൻ പറഞ്ഞത് എന്തെന്നറിയോ? മുഹമ്മദിനെ പറഞ്ഞ മകന് നോവുമെന്നറിയാ, അല്ലാഹുവിന്റെ റസൂലിനെ ചീത്ത പറഞ്ഞ മകന് നോവുമെന്നറിയാ. അവിടെ നിന്നുകൊണ്ട് മുഹമ്മദ് നബിയെ ചീത്ത വിളിക്കുകയാ, അല്ലാഹുവിന്റെ പ്രവാചകനെ കുറിച്ച് മോശമായത് പറയുകയാ. ഉമ്മയെ പറഞ്ഞപ്പോ പടച്ചവനെ സഹിക്കാത്ത പൊന്നുമകനുണ്ടല്ലോ, അല്ലാഹുവിന്റെ പ്രവാചകന് അവിടെ നിന്ന് മോശമായത് പറയുമ്പോ താഴെ നിന്ന് വിളിച്ചു പറയുന്നത് വാപ്പയാണെന്ന് നോക്കിയില്ലടാ ചെറുപ്പക്കാരോ. ജന്മം കൊടുത്ത പിതാവാട് തന്റെ മുമ്പിൽ വന്ന് നിന്ന് പറയുന്നതെന്ന് മുഹമ്മദെ ഇറക്കി വിടടാ,
പിതാവിന്റെ കൂടെയുള്ള ഏതെങ്കിലും ഒരുത്തൻ ചത്താ അവൻ സ്വർഗത്തിലാണെന്നല്ലേ പറയുന്നത്. എന്റെ കയ്യിലിരിക്കുന്ന വാള് കൊണ്ട് ഞാൻ ഒരുത്തനെ സ്വർഗത്തിൽ വിടാ, ഇറക്കി വിടടാ മുഹമ്മദ് എന്ന് നബി തങ്ങളുടെ മുന്നിൽ വന്ന് നിന്നിട്ട് സ്വന്തം പിതാവാണ് വിളിക്കുന്നത്. റസൂലുള്ളാഹി തങ്ങളെ എന്തോ പറഞ്ഞപ്പോ, നബി തങ്ങളെ മോശമായ ഒരു വാക്ക് പറഞ്ഞപ്പോ പിന്നെ ഒന്നും ചിന്തിച്ചില്ല. നബി തങ്ങളുടെ മുമ്പിൽ നിന്ന് ഇറങ്ങി വരികയോ, തന്റെ പ്രിയപ്പെട്ട പിതാവിന്റെ തല വെട്ടിയെടുത്ത് അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ ചെന്ന് സലാം പറയുമ്പോ നബി തങ്ങളെ സലാം അടക്കുന്നില്ല. അല്ലാഹുവിന്റെ റസൂല് തലതിരിക്കുകയോ, മറുഭാഗത്ത് പോയി നിന്ന് അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ്. നബി തങ്ങളോട് സലാം പറയുകയോ, അവിടുന്ന് സലാം അടക്കുന്നില്ല. അവസാനം പടച്ചവനെ, അവിടുന്ന് ആകാശത്ത് നിന്ന് മലക്ക് വരികയാണ്. ജിബ്രീൽ വന്നിട്ട് പറയുന്നു, നബിയേ സലാം അടക്കു നബിയേ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് സ്വന്തം പിതാവിന്റെ തലയാട് മുത്തുനബിയുടെ മുന്നിൽ കൊണ്ടുവന്ന് വെച്ചു കൊടുത്തത് എന്തിന്റെ പേരിലാ? നബി തങ്ങളോടുള്ള മഹബത്തിന്റെ പേരിലോ? ഇതിനാണ് സ്നേഹമെന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള ഒരു സ്നേഹം നിനക്ക് ഉണ്ടായാ, നബി തങ്ങളെ സ്നേഹിച്ചാ കിട്ടുന്ന പ്രതിഫലം കേൾക്കണോ? അല്ലാഹുവിന്റെ പ്രവാചകനെ സ്നേഹിക്കുന്നത് വെറുതെയല്ലടാ ചെറുപ്പക്കാരാ. എടാ, ഏതെങ്കിലും ഒരു പെണ്ണിനെ സ്നേഹിച്ചാൽ, ഏതെങ്കിലും ഒരു പെണ്ണിനെ സ്നേഹിച്ചാ അവള് കളഞ്ഞിട്ട് പോകുമല്ലോ, അവള് വഞ്ചിക്കുമല്ലോ, അവള് നിന്നെ പറ്റിക്കുമല്ലോ. പടച്ചവനെ, ഇന്നത്തെ യുവതലമുറ വല്ലാത്ത പ്രണയമാ. കേരളത്തിൽ പ്രേമിച്ച പെണ്ണിനെ കിട്ടാതെ വന്നപ്പോ ആ പെണ്ണിനെ കത്തിച്ചു കൊന്നവനില്ല, ആസറ്റൊടിത്തൊഴിച്ചവരില്ല, കഴുത്ത് മുറിച്ചു മാറ്റിയവരില്ല, അതാ അടിവയറ്റിലേക്ക് കത്തികേറ്റിയവരില്ല. സ്നേഹിച്ച പെണ്ണിനെ കിട്ടാതെ വരുമ്പോ ഭ്രാന്ത് പിടിച്ചതുപോലെ ഇന്നത്തെ യുവതലമുറ കടന്ന് പലതും കാണിക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ട പെണ്ണ്, ഇഷ്ടപ്പെട്ട കാമുകന്റെ കൂടെ അല്ലാഹുവിന്റെ ദീനും വലിച്ചെറിഞ്ഞ് മാതാപിതാക്കളെ നാണം കെടുത്തിയിട്ട് കണ്ടവന്റെ കൂടെ ഇറങ്ങിപ്പോകുന്ന പെണ്ണ്, ഇവൻ ജീവിതത്തിന്റെ അവസാനം വരെ നിന്റെ കൂടെ ഇല്ല എന്ന് നിനക്കറിയാമല്ലോ. എങ്കിൽ സ്നേഹം കൊടുത്താ തിരിച്ചു തരും ചെറുപ്പക്കാരോ. നിനക്കറിയുമോ, അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിച്ചാ വെറുതെയാകില്ല. നബി തങ്ങളെ ഇഷ്ടപ്പെട്ട, നബി തങ്ങളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച, നബി തങ്ങളെ തിരിച്ച് സ്നേഹിക്കും ചെറുപ്പക്കാരോ. അല്ലാഹുവിന്റെ റസൂല് വൺ സൈഡ് പ്രണയമല്ല. നീ നബി തങ്ങളെ ഇഷ്ടപ്പെടേണ്ട രീതിയിൽ ഇഷ്ടപ്പെട്ടോ, അല്ലാഹുവിന്റെ റസൂല് നിന്നെ മറക്കൂല. നബി തങ്ങളെ നിന്നെ ഇഷ്ടപ്പെടുമല്ലോ, നബി തങ്ങളെ നിന്നെ കാണാൻ വരുമല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകനെ കാണാൻ ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചപ്പോ ആഗ്രഹമുണ്ടെന്ന് കൈപൊക്കിയ മുസ്ലിമേ, സ്നേഹിക്കാതെ കാണാൻ പറ്റുമോ? അല്ലാഹുവിന്റെ റസൂലിനെ പ്രണയിക്കാതെ കാണാൻ പറ്റുമോ? നബി തങ്ങളുടെ പേര് കേൾക്കുമ്പോ സലാത്ത് പറയാതെ കാണാൻ പറ്റുമോ? എടാ ചെറുപ്പക്കാരാ, സ്നേഹിക്കുന്നതിന് പ്രായമില്ലല്ലോ, മുടി നരയ്ക്കണമെന്നില്ലല്ലോ, ആലിമാകണമെന്നില്ലല്ലോ. മദീനയിലെ പച്ചക്കുപ്പയുടെ മടിത്തട്ടിൽ കിടന്നുറങ്ങുന്ന ലോകത്തിന്റെ നേതാവിന് ഈ കർണാടകയുടെ ഏതെങ്കിലും ഒരു മൂലയിലെ നിന്റെ കൂരക്കകത്തിരുന്നിട്ട് അല്ലാഹുവിന്റെ പ്രവാചകനെ സ്നേഹിച്ച ആ മദീനയുടെ പച്ചക്കുപ്പയുടെ അടിത്തട്ടിൽ കിടക്കുന്ന നബിതങ്ങളെ നിന്നെ സ്നേഹിക്കുമടാ മോനെ. നീ സലാം പറഞ്ഞ സലാം അടക്കം ചെറുപ്പക്കാരാ, കാണാൻ വരും പെങ്ങള്. അല്ലാഹുവിന്റെ പ്രവാചകൻ നിന്നെ കാണാൻ വരും പെണ്ണ്. ഭർത്താവ് ചെലവിന് തരുന്നില്ല, മാതാപിതാക്കളെ കാണാൻ വരുന്നില്ല എന്ന് പറഞ്ഞ സങ്കടപ്പെടുന്ന ഉമ്മ, 9
9.5 മാസക്കാലം ഗർഭം ചുമന്ന മരണവേദനയുടെ വേദനയും നന്ദ പ്രസവിച്ച നിന്റെ പൊന്നാര മക്കള് നിന്നെ തിരിഞ്ഞു നോക്കുന്നില്ലെന്ന് സങ്കടം പറയുന്ന പെണ്ണ് കൊടുത്താ തിരിച്ചു കിട്ടുമല്ലോ. അള്ളാഹുവിന്റെ പ്രവാചകം നിന്നെ സ്നേഹിക്കണോ? അള്ളാന്റെ റസൂല് നിന്നെ കാണാൻ വരണോ? നബിതങ്ങളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച നബിതങ്ങളും നിന്നെ സ്നേഹിക്കുമല്ലോ. അല്ലാഹുവേ അതിനുള്ള ഭാഗ്യം തരണേ അല്ലാ.